നമ്മളിന്ന് ചലഞ്ചായിട്ട് എടുക്കാൻ പോകുന്നത് യുകെയിൽ നിന്ന് റിലേറ്റീവ്സ് വന്നപ്പോൾ കൊണ്ടുവന്ന മിഠായികളാണ് കേട്ടോ. 2 ദിവസം മുന്നാണ് റിലേറ്റീവ്സ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് എല്ലാ മിഠായികളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മിഠായികളെല്ലാം കവറിലാണ് കൊണ്ടുവന്നെങ്കിലും ഈ ഒരു ബോക്സിലാണ് എല്ലാം ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കഴിക്കാത്ത ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ കാണാത്ത ചോക്ലേറ്റ്സും ഉണ്ട്. ഇത്രയും അധികം ചോക്ലേറ്റ്സിൽ നിന്ന് ആര്യോട് ഒരെണ്ണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ അവള് തെരഞ്ഞെടുത്തതാണ് കാഡ്ബറിയുടെ ട്വിൽ. കുറെ ചോക്ലേറ്റ്സ് ഉള്ള പാക്കറ്റിൽ നിന്നായിരിക്കണം നമുക്ക് ഈ 1-2 ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പാക്കറ്റിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നോ എത്രയാണ് അതിന്റെ വില എന്നോ എത്രയാണ് അതിന്റെ ഗ്രാം എന്നോ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മെൽട്ടായിട്ട് ഫ്രീസ് ആക്കിയത് കൊണ്ടായിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആകൃതി കിട്ടാതിരുന്നത്. കാഡ്ബറിയുടെ തന്നെ ഫ്ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റിന്റെ അതേ ടേസ്റ്റും അതേ ആകൃതിയും തന്നെയാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് എന്റെ മുഴമായതുകൊണ്ട് ഇത്രയും അധികം ചോക്ലേറ്റ്സിൽ നിന്ന് ഞാനായിട്ട് തെരഞ്ഞെടുത്തത് കാഡ്ബറിയുടെ തന്നെ ക്രീം എഗ് ട്വിസ്റ്റഡ് ആണ്. ഒരുപാട് ചോക്ലേറ്റ്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ചോക്ലേറ്റ് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൽറ്റ് ആയതുകൊണ്ട് വീണ്ടും ഫ്രീസറിൽ വെച്ചത് കൊണ്ടായിരിക്കാം എക്സാക്ട് ആകൃതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവാതെ പോയത്. ഉള്ളിലുണ്ടായിരുന്ന ഷുഗർ വൈറ്റ് ഫോണ്ടന്റ് ആണ്. ഷുഗറും ഗ്ലൂക്കോസ് സിറപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു മിൽക്ക് ചോക്ലേറ്റിന്റെ ഒപ്പം ഈ ഒരു ഫോണ്ടന്റ് കൂടെ ചേരുമ്പോഴുള്ള ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ഇത് അവൈലബിൾ ആവണമെന്നില്ല. ആയിരിക്കും ഒരു വട്ടം കഴിച്ചപ്പോൾ തന്നെ ഒരുപാട് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. എല്ലാവർക്കും ചോക്ലേറ്റ്സ് കൊടുക്കേണ്ടതായതുകൊണ്ട് എല്ലാ ചോക്ലേറ്റ്സും നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് നിർത്തുകയാണ്.